അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റിലും ഹൈഡ്രോളിക് ടർബൈൻസിലായിട്ട് ഫ്ലാറ്റ് വെയിൻസിൻ്റെ അല്ലെങ്കിൽ പ്ലേറ്റ്സിൻ്റെ ഫോഴ്സ് അനാലിസിസ് ആണ്. ഫ്ലാറ്റ് പ്ലേറ്റ് ആയത് വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ് ഓർ കേർവ്ഡ്. ഈ ഫ്ലാറ്റ് പ്ലേറ്റ്സിൽ തന്നെ സീരീസ് ഓഫ് വെയിൻസ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ടൈപ്പ് പോലെ ഇമ്പൾസ് ടർബൈനായിട്ട് പെൽട്ടൺ വീലും പഠിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള വെയിൻസിലൊക്കെ നമ്മൾ പെൽട്ടൺ വീലിലാണെങ്കിലും ഇൻലെറ്റിലുള്ള വീൽ വെലോസിറ്റി u1 വിൽ ബി ഈക്വൽ ടു ഔട്ട്ലെറ്റ് വീൽ വെലോസിറ്റി u2. u1 ഈസ് ഈക്വൽ ടു u2 ഈസ് ഈക്വൽ ടു u ആയിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അത് പെൽട്ടൺ വീലിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു ടൈപ്പാണ് റേഡിയൽ കേർവ്ഡ് വെയിൻസ് ഓർ സീരീസ് ഓഫ് റേഡിയൽ കേർവ്ഡ് വെയിൻസ്. അപ്പോൾ ഇതിൻ്റെ ഇൻലെറ്റ് വിഡ്ത്തും ഔട്ട്ലെറ്റ് വിഡ്ത്തും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ u1 വിൽ നോട്ട് ബി ഈക്വൽ ടു u2. രണ്ടും രണ്ടായിരിക്കും. സോ u1 വിൽ ബി ഈക്വൽ ടു പൈ d1n by 60. Okay, or u2 will be equal to, ഇത് രണ്ടും ഒന്നല്ല, പൈ d2n by 60. u1ഉം u2ഉം രണ്ടും രണ്ട് തന്നെയാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഫോഴ്സ് അനാലിസിസിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് വേണം. ഫസ്റ്റ് വൺ ഈസ് r1, r2. r1 is radius of wheel at inlet of vane, r2 is radius of wheel at outlet of vane. സോ നമുക്ക് ഒരു റേഡിയൽ വെയിൻ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഇതാണ് ഒരു റേഡിയൽ വെയിൻ. ഓക്കെ, അപ്പോൾ ഈ റേഡിയൽ വെയിനിൻ്റെ ഇൻലെറ്റിൽ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്, ഔട്ട്ലെറ്റിലും ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അത് രണ്ടും ഫസ്റ്റ് ഇൻലെറ്റിലെ ആ ലൈൻ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഓഫ് റേഡിയസ് r1 ആയിരിക്കും. സോ ദിസ് ഈസ് ദ റേഡിയസ് r1. ഔട്ട്ലെറ്റിലെ ആ ലൈൻ വിൽ ബി ടാൻജൻറ്റ് ടു എ സർക്കിൾ ഓഫ് റേഡിയസ് r2. ഓക്കെ, അപ്പം r1ഉം r2 എന്താണെന്ന് മനസ്സിലായല്ലോ. സോ r1 is radius of wheel at inlet of a vane, r2 is radius of wheel at outlet of the vane. ഇനി പുതിയൊരു ടേമാണ്, യുവിന് കൂടാതെ തന്നെ പുതിയൊരു ടേം ഒമേഗ. റേഡിയൽ കേർവ്ഡ് വെയിൻസ് ആയതുകൊണ്ടാണ് ഒമേഗ ടേം. ആംഗുലാർ സ്പീഡ് ഓഫ് വീൽ, വെർ u1 is omega r1 and u2 is omega r2. Okay, mass of water striking per second is m by t. So m is density into volume. So density into volume v, ഡെൻസിറ്റി അങ്ങനെ തന്നെ വെച്ചു. വോളിയം എന്ത് ചെയ്തു, വോളിയം ബൈ ടി, മാസ് ബൈ ടിക്ക് പകരം വോളിയം ബൈ ടി. സോ വോളിയം ബൈ ടി, വോളിയം ബൈ ടി ഈസ് ഡിസ്ചാർജ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റോ ഇൻറ്റു ഡിസ്ചാർജ്. ഡിസ്ചാർജ് ഈസ് ഏരിയ ഇൻറ്റു വെലോസിറ്റി. അങ്ങനെയാണ് റോ എ v1 വരുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് ഈസ് റോ എ v1. ഫൈൻ. ഇനി അടുത്തത് നമുക്ക് അക്കോർഡിംഗ് ടു ഇമ്പൾസ് മൊമെൻറ്റം ഇക്വേഷൻ നെറ്റ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മാസ് പെർ സെക്കൻഡ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. അല്ലെങ്കിൽ എന്ത് പറയുക, നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ മൊമെൻറ്റം എങ്ങനെ ഈ കേസിൽ എടുക്കുന്നത് നോക്കാം. മൊമെൻറ്റം ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് അറ്റ് ഇൻലെറ്റ് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി in horizontal direction. Okay, initial velocity in horizontal direction. അപ്പോൾ നമുക്ക് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു റേഡിയൽ വെയിൻ. ഓക്കെ, ഇതും വരക്കണം എന്നില്ല. ആ റേഡിയൽ വെയിനിൻ്റെ ഇൻലെറ്റ് വെലോസിറ്റിയാണ് v1. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് vw1, വേർട്ടിക്കൽ കമ്പോണൻറ്റ് vw2. ഓക്കെ, ഇനി u1 നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. v1 മൈനസ് u1 വിൽ ബി ഈക്വൽ ടു vr1. അപ്പം
Initial velocity in horizontal direction is VW1. അപ്പോൾ momentum of water striking per second at inlet will be equal to mass into initial velocity in horizontal direction VW1. Fine. Similarly, momentum of water strike at outlet per second, momentum of water striking per second at outlet, that will be equal to again mass into final velocity in horizontal direction. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻലെറ്റ് റിലേറ്റീവ് വെലോസിറ്റി VR1 അതേപോലെ അങ്ങ് പോയി VR2 ആവുന്നു. VR2ൽ നിന്ന് നമ്മൾ U2 മാർക്ക് ചെയ്യുന്നു. VR2 മൈനസ് U2 എന്താവുന്നു? V2 ആവുന്നു. റൈറ്റ്? അത്രയും ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ V2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് VW2, വെർട്ടിക്കൽ കമ്പോണൻറ്റ് VF2. അപ്പോൾ VW2 ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. VW1 ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഇതും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് എടുക്കാം. അപ്പം വരുന്നത് എങ്ങനെയാണ്? AV1 ഇൻറ്റു മൈനസ് ഓഫ് VW2. ഫൈനൽ വെലോസിറ്റിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് V2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റാണ് മൈനസ് VW2. ഇനി നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് അല്ലേ? അത് നമ്മൾ സീരീസ് പ്ലേറ്റ്സിലാണ് എടുക്കുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് പ്ലേറ്റ്സിലാണ് എടുക്കുക. നമ്മൾ റേഡിയൽ വെയിൻസ് ആകുമ്പോൾ നമ്മൾ ഫോഴ്സിന് പകരം വെലോസിറ്റി പകരം നമ്മൾ ആംഗുലാർ സ്പീഡ് എടുത്ത പോലെ ഫോഴ്സിന് പകരം നമ്മൾ ടോർക്ക് എടുക്കും. അപ്പോൾ ടോർക്ക് എടുക്കുമ്പം ടോർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയാൻ പറ്റില്ല. ടോർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. സോ വാട്ട് ഈസ് ആംഗുലാർ മൊമെൻറ്റം പെർ സെക്കൻഡ് എന്ന് നോക്കാം. അപ്പോൾ ഇൻലെറ്റിലാണെങ്കിൽ മൊമെൻറ്റം ഇൻറ്റു റേഡിയസ് R1. ഇൻലെറ്റിലാണെങ്കിൽ മൊമെൻറ്റം ഇൻറ്റു റേഡിയസ് R1, where momentum is rho A V1 VW1. ഔട്ട്ലെറ്റിലാണെങ്കിൽ മൊമെൻറ്റം ഇൻറ്റു റേഡിയസ് R2, അതിൻ്റെ റേഡിയസ്. സോ മൈനസ് റോ A V1 VW2 ഇൻറ്റു R2. ഓക്കെ, റോ A V1 VW2 ഇൻറ്റു R2, നെഗറ്റീവ് സൈൻ. ഫൈൻ. ഇനി അതിൻ്റെ ടോർക്ക് എങ്ങനെ നോക്കാം? ടോർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു റോ A V1 VW1 ഇൻറ്റു R1, റോ A VW1 VW1 റോ A V1 VW1 ഇൻറ്റു R1 മൈനസ് ഓഫ് റോ A V1 VW2 R2. എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കാം. സോ സി, torque is equal to rate of change of angular momentum, that is equal to rho A V1 VW1 R1 minus of rho A V1 VW2 R2, that will be equal to rho A V1 common ആണ് പുറത്തേക്ക് എടുക്കുക, VW1 R1 plus VW2 R2. ഈ ഒരു ഇക്വേഷൻ അക്യൂട്ട് ആംഗിൾ, സാധാരണ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന എല്ലാ തരം പ്രോബ്ലം ഈ ഒരു രീതിയിലാണ് വരിക. ചില കേസിൽ യു മേ ഗെറ്റ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ, അതായത് നമുക്ക് കിട്ടുന്ന ഫിഗറിൽ ഔട്ട്ലെറ്റ് വെലോസിറ്റി VR2 ഇങ്ങനെ വരച്ചു, U2 ഇങ്ങനെ വരച്ചു, V2 ഇങ്ങനെ വരച്ചു, എന്നിട്ട് അതിൻ്റെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇങ്ങനെ വരച്ചു. ഇങ്ങനെയല്ലാതെ ചില കേസിൽ VR2 ഇങ്ങനെ കിട്ടി, U2 ഇങ്ങനെ പോയി, നമുക്ക് V2 ഇങ്ങനെ കിട്ടുന്ന കേസ് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ളൊരു കേസിലാണെങ്കിൽ ഈ ടോർക്ക് നെഗറ്റീവ് സൈൻ വരും. റോ A V1 ഇൻറ്റു VW1 R1 മൈനസ് VW2 R2. അപ്പോൾ ഇതേ ഇക്വേഷൻ ടോർക്കിൻ്റെ ജനറൽ ഇക്വേഷനായിട്ട് നമ്മൾ എഴുതുമ്പോൾ റോ A V1 ഇൻറ്റു VW1 R1 പ്ലസ് ഓർ മൈനസ് VW2 R2 എന്ന് എഴുതാം. അപ്പോൾ ജനറൽ കേസായിട്ട് പ്ലസ് പഠിച്ചാൽ മതി, മിക്കവാറും പ്രോബ്ലംസ് അങ്ങനെ വരുള്ളൂ. ഇനി വാട്ട് ഈസ് വർക്ക് ഡൺ പെർ സെക്കൻഡ്? യൂഷ്വൽ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. So rho A V1 into VW1 R1 plus or minus VW2 R2 into omega. ഇനി ഒമേഗ അകത്തേക്ക് എടുക്കാം. സോ റോ A V1 VW1 R1 omega plus VW2 R2 omega. What is R1 omega? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് U1 is equal to omega R1. U1 is equal to omega R1. So it is R1 omega by U1 and R2 omega by U2. So work done per second is rho A V1 into VW1 U1 plus VW2 U2. And last done efficiency, as usual efficiency is
വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ്. സോ വർക്ക് ഡൺ പെർ സെക്കൻഡ് മുകളിലത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ അങ്ങ് എടുക്കുക. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ വേർ എം ഈസ് റോ എ വി വൺ. അപ്പോൾ ഇതിൽ നോക്കുക, നിങ്ങൾക്ക് റോ എ വി വണ്ണും കട്ട് ചെയ്യാം, ബാക്കിയൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. ഈ 1/2 എന്നുള്ള മുകളിലോട്ട് പോയാൽ 2VW1U1 പ്ലസ് ഓർ മൈനസ് VW2 U2 ഹോൾ ഡിവൈഡഡ് ബൈ V1 സ്ക്വയർ. So efficiency is 2 into VW1U1 plus or minus VW2U2 whole divided by V1 square. ചെയ്ത് നോക്കുക. ഫിഗർ ആദ്യം വീഡിയോ പോസ് ചെയ്ത് വരയ്ക്കുക, എന്നിട്ട് വീഡിയോ കേൾക്കുക. വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക ഇന്ന് തന്നെ. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമുക്ക് ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും പറയാനുള്ളത്. സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക, നന്നായിട്ട് പഠിക്കുക. കാരണം യൂണിവേഴ്സിറ്റി എക്സാം മിക്കവാറും മെജോറിറ്റി ഫസ്റ്റ് പോർഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും മാർക്ക് നഷ്ടപ്പെടരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ടും ഇടുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഇടുക, മറുപടി തരുന്നതായിരിക്കും.